അഭിപ്രായം പറയുന്ന സമയത്ത് അത് വിവാദമാവും അറിയാതെയാണോ പറയുന്നത്? അത് വിവാദമാവും അങ്ങനെയല്ല, അതാ പറഞ്ഞത്, അത് വെറുതെ പറയല്ലോ, 100% ഓണസ്റ്റ് ആയി പറയുന്നതാ. ഈ രീതിയിൽ അത് കോൺട്രവേഴ്സി ആവുമെന്ന് വിചാരിച്ചില്ല. ഹാഷ്മി ചോദിച്ചു, ഹാഷ്മി ഇങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട കാര്യം ആ ഒറ്റ ഒരു പ്രസ്താവനയെ കുറിച്ച് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. ചേട്ടൻ എല്ലാ കാലത്തും നമ്മൾ ഏത് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും ഞാനൊരു കാര്യം, ഇത് വിശ്വസിക്കുമെന്ന് അറിയില്ല കേട്ടോ, ഞാൻ ഓണസ്റ്റ്ലി പറയുന്ന ഒരു സാധനമാണ്. ഞാൻ കണ്ടിട്ടോന്നറിയില്ല, ഞാൻ ഗാന്ധിജിയെ കയ്യിൽ പച്ചൂത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതിന്റെ ടാറ്റു ചെയ്ത ആൾ എന്നോട് പറഞ്ഞു, ഇന്ത്യയിൽ ഗാന്ധിജിയെ പച്ചൂത്തിയ ഏക വ്യക്തികളായിരിക്കും. അതായത് 100% ട്രൂത്ത് ആണെന്ന് കാണാൻ ഞാൻ ഒരു വിഷയം പറയില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് എടുത്ത നിലപാടുകൾ തെറ്റിപ്പോയിട്ടില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ 100% ശരിയെന്ന് അല്ലെങ്കിൽ ശരിയെന്നല്ല സത്യമെന്ന് വിശ്വസിച്ചാലേ ഞാൻ ആ സാധനം പറയും. അത് വിവാദത്തിന് വേണ്ടിയല്ല. അല്ല, പക്ഷെ അപ്പോഴും എന്റെ ചോദ്യം ബാക്കി നിൽക്കുക. കാരണം എന്താ വെച്ചാൽ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടൊരു മീഡിയ അറ്റൻഷൻ വരും, ഒരുപാട് ബൈറ്റുകൾ നമ്മൾ കൊടുക്കുന്നു, ട്രെൻഡിങ്ങിലേക്ക് വരുന്നു. ഇങ്ങനെയൊക്കെ വരുന്നത് ചേട്ടനൊരു ഹൈ നൽകുന്നില്ലേ? ഈ വിവാദങ്ങൾ വരുന്നതും കോൺട്രവേഴ്സിയെ നേരിടുന്നതും ഈ ഫൈറ്റ് ചെയ്യുന്നത് പോലെ ഒരു ഹൈ ആണ്. പക്ഷേ ഇത് ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല ആ സാധനങ്ങൾ ചെയ്യുന്നത്. അത് ശരിയാണ്, ഇത് ഉണ്ടാകുമെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ഇപ്പൊ ഈ വിഷയത്തിൽ വന്ന എത്രയോ ചാനലിൽ ചർച്ചയ്ക്ക് പോകണം. നമ്മളിപ്പം ഹണി റോസിന്റെ വിഷയമാണെങ്കിലും കൂടി വന്ന ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വിഷയമാണോ അല്ലെങ്കിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന വിഷയമാണ് എന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. ആ വിഷയത്തിൽ ഇനി അറിഞ്ഞിരിക്കാനാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇതേപോലെ ചീത്ത ശ്രീ ദിലീപിന്റെ കാര്യം. ഇനിയാണെങ്കിലും ദിലീപന്റെ കേസ് ഓർത്തു വെച്ചു. ആദ്യത്തെ ദിലീപ് അനുകൂലി രാഹുൽ ഈശ്വർ ആയിരുന്നു. 100% പുള്ളിക്ക് അനുകൂലമായ വിധി വരും. പുള്ളി ഇന്നസെന്റ് ആണ്. ആ വിഷയത്തിൽ നമ്മുടെ അതിജീവിതയ്ക്ക് നീതി കിട്ടും. കാര്യം പൾസർ സുനി അടക്കമുള്ളവർ ശിക്ഷിക്കപ്പെടും പെടണമെന്നാണ് എൻ്റെ വിശ്വാസം.